നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്കുള്ള ഹമാസിന്റെ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് മാറിയ ഒന്നിലധികം കാര്യങ്ങളിലൊന്ന് ഇസ്രായേൽ വ്യവസായങ്ങളിൽ പലസ്തീനികളെ ഇന്ത്യക്കാർ പതുക്കെ മാറ്റിസ്ഥാപിക്കുന്നു എന്നതാണ്. ആക്രമണം ആരംഭിച്ചതിന് ശേഷം 1 ലക്ഷത്തിലധികം പലസ്തീൻ തൊഴിലാളികളുടെ തൊഴിൽ ലൈസൻസ് ഇസ്രായേൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു. നെതന്യാഹു പാലസ്തീനികൾക്കെതിരെ നടത്തിയ സാമ്പത്തിക യുദ്ധം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിൽ വർക്ക് പെർമിറ്റ് നിഷേധിക്കുകയും വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ പാലസ്തീനികൾക്ക് പകരമായി ജോലിക്കായി ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു. പിന്നാലെ കഴിഞ്ഞ വർഷം 16,000 ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രായേൽ നിർമ്മാണ വ്യവസായത്തിൽ ചേർന്നു. ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട 10,000-കണക്കിന് പാലസ്തീൻ നിർമ്മാണ തൊഴിലാളികളുടെ ശൂന്യത നികത്താനുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ ശ്രമത്തിന്റെ ഭാഗമാണിത്. ഗാസയിൽ ആ ആക്രമണം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ നിർമ്മാണ മേഖലയിൽ ഗണ്യമായ തൊഴിലാളി ക്ഷാമം ഉണ്ടാവുമായിരുന്നില്ല. മാരകമായ യുദ്ധമാണെങ്കിലും ഇസ്രായേലിലേക്ക് പോകുന്നതിൽ നിന്ന് ഇന്ത്യൻ തൊഴിലാളികൾ പിന്മാറുന്നുമില്ല. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർ പറയുന്നത് ഇവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അഭയകേന്ദ്രത്തിലേക്ക് പോകുമെന്നും സൈറൻ നിർത്തിയാൽ ജോലി പുനരാരംഭിക്കും എന്നുമാണ്. ഇന്ത്യക്കാർ വളരെ കാലമായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രാഥമികമായും പ്രായമായവരെ പരിചരിക്കുന്നവരും വജ്രവ്യാപാരം, IT മേഖലകളിലെ റോളുകളും ഒക്കെയാണ്. എന്നിരുന്നാലും നിലവിലെ പ്രതിസന്ധിയിൽ പുതിയ അവസരങ്ങൾ തുറന്നു, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ. ഡൽഹി ആസ്ഥാനമായുള്ള ഡൈനാമിക് സ്റ്റാഫിംഗ് സർവീസിന്റെ ചെയർമാൻ സമീർ ഖോസ്ല 3,500-ലധികം തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കൽ പാലസ്തീനികൾ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു മേഖലയിൽ തന്റെ കമ്പനിക്ക് പുതിയ സംരംഭം അടയാളപ്പെടുത്തിയെന്നും ഖോസ്ല വ്യക്തമാക്കി. ഇസ്രായേലിലെ ഉയർന്ന വരുമാനം തൊഴിലാളികൾക്ക് നാട്ടിലേതിനേക്കാൾ 3 ഇരട്ടി സമ്പാദിക്കാൻ കഴിയും. ഇന്ത്യൻ തൊഴിലാളികളുടെ ഈ പ്രവാഹം ഉണ്ടായിരുന്നിട്ടും പാലസ്തീൻ തൊഴിലാളികളുടെ വിടവ് നികത്തുന്നതിൽ നിലവിലെ എണ്ണം ഇപ്പോഴും കുറവാണെന്നാണ് ഇസ്രായേലിൽ വിദഗ്ധർ വാദിക്കുന്നത്. സംഘടനത്തിനു മുമ്പ് ഏകദേശം 80,000 പാലസ്തീനികൾ നിർമ്മാണ വ്യവസായത്തിൽ ജോലി ചെയ്തിരുന്നു. ഇന്ന് തൊഴിൽ ശക്തി ഏകദേശം 30,000 വിദേശ തൊഴിലാളികളായി ചുരുങ്ങി. ഇത് 2024 മൂന്നാം പാദത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 25% ഇടിവുണ്ടാക്കുന്നു. ഈ നിർണായക മേഖലയിൽ പൂർണ്ണശേഷി പുനഃസ്ഥാപിക്കുക എന്നത് വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. മുമ്പത്തെ മൊത്തത്തിലുള്ള തൊഴിൽ ശക്തി കണക്കുകളെക്കാൾ വളരെ കുറവാണ്. 2024 നിലവിലെ പാദത്തിലെ പ്രവർത്തനം യുദ്ധത്തിനു മുമ്പുള്ള നിലയേക്കാൾ 25% താഴെയാണ്. ഇത് ഉടനടി ഭവനങ്ങളുടെ കുറവ് സൃഷ്ടിക്കില്ലെങ്കിലും ഇത് പുതിയ ഭവന വിതരണത്തിൽ കാലതാമസമുണ്ടാക്കാം, വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുണ്ട്. വർഷം തോറും 2% വർദ്ധിക്കുന്നു. ഈ കാലതാമസം ഭാവിയിൽ ചില ക്ഷാമത്തിന് ഇടയാക്കിയേക്കാം. എല്ലാ ട്രേഡുകളിലും വിദഗ്ധരായ ഇന്ത്യൻ തൊഴിലാളികളുടെ ഒരു വലിയ കൂട്ടം ഉള്ളതിനാൽ 10,000 ഇന്ത്യൻ തൊഴിലാളികളെ കൂടെ കൊണ്ടുവരും എന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.